നമസ്കാരം. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് അടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കാരണം ഒത്തിരി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു മഹാചിത്രം സൂപ്പർ ഹിറ്റ് ആവാൻ തിയേറ്ററിലേക്ക് ഒഴുകാൻ പോകുന്ന ആ ഒരു ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരുടെ കാതുകളിലേക്കും സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം പറയുന്നതിന് വേണ്ടിയല്ല, അതിനപ്പുറത്തേക്കും പറയാനുണ്ട്. തീർച്ചയായിട്ടും US സർട്ടിഫിക്കറ്റ് ആണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഉലക നായകൻ കമൽഹാസന്റെ ഗംഭീര ആക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ചിത്രത്തിൽ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മുൻകൂട്ടി പറയാനുള്ള ഒരു കാര്യം. ഈ ഒരു ചിത്രത്തിൽ സെൻസറിന് താങ്ങാൻ പറ്റാത്ത 7 വാക്കുകൾ റിമൂവ് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും തമിഴിലും ഇംഗ്ലീഷിലും പറയുന്ന 7 വാക്കുകൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഉലകനായകൻ കമൽഹാസന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ശരീരത്തിന് ഒരു ചെറിയൊരു പ്രദർശനം എന്തായാലും ഉണ്ടാവില്ല, അതൊന്ന് നീക്കം ചെയ്യണമെന്നാണ് ഈ ഒരു സെൻസർ ബോർഡ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഓരോ ഇന്ത്യക്കാരനും താങ്ങാൻ സാധിക്കാത്ത ഒരു വാക്ക് കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളത് സെൻസർ ബോർഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഒരു വാക്കാണ് ഡർട്ടി ഇന്ത്യൻ. അത് തീർച്ചയായിട്ടും റിമൂവ് ചെയ്യണമെന്നുള്ളത് സെൻസർ ബോർഡിന്റെ ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും അതും റിമൂവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യം കൂടി സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ട്: കൈക്കൂലി മാർക്കറ്റ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങുന്നത് എന്നുള്ളത് ആദ്യ ഭാഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ആ ഒരു ഭാഗം എങ്ങനെ കട്ട് ചെയ്ത് കളയും എന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു വീഡിയോസ് കിട്ടിയതിനു ശേഷം ഒത്തിരി മോശമായ കമന്റ്സുകളും ഈ ഒരു വീഡിയോനടിയിലായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതായത് AR റഹ്മാനെ പൊക്കിപ്പറയുകയാണ്, അനിരുദ്ധിനെ താഴ്ത്തിപ്പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ്സുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അനിരുദ്ധിനെ ഒട്ടും തന്നെ താഴ്ത്തി പറയുന്നതല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കുത്തുപാട്ട് പോലത്തെ ഒരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നിസ്സാര സെക്കൻഡുകൾക്കാൻ തന്നെ മറന്നു പോകുന്ന ടൈപ്പ് പാട്ടുകളാണ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ സോങ്ങുകൾ ഒത്തിരി വർഷങ്ങളോളം വെയിറ്റിംഗ് ആയിട്ട് നമ്മുടെ കാതുകളിലും ഹൃദയത്തിലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കും. ഒരു വെയിറ്റിംഗ് ആണ് തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ പ്രേക്ഷകർ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കാരണം. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മ്യൂസിക്കോ അല്ലെങ്കിൽ പാട്ടുകളോ കേട്ട് കഴിഞ്ഞാൽ അറിയാം തീർച്ചയായിട്ടും വളരെ കുറവ് ദിവസങ്ങളിൽ മാത്രം കാതുകളിലും ഹൃദയത്തിൽ നിൽക്കുകയുള്ളൂ. അത് പറയുന്ന കാര്യങ്ങളൊന്നും അനുഭവത്തിലൂടെ വരാത്തതല്ല, അനുഭവത്തിലൂടെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി വർഷങ്ങളായിട്ട് AR റഹ്മാന്റെ മ്യൂസിക്, AR റഹ്മാന്റെ സോങ്ങുകൾ കേട്ട് 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 ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒത്തിരി ജനങ്ങൾ, ഒത്തിരി പ്രേക്ഷകർ ഇവിടെ ഇപ്പോഴും കട്ട വെയിറ്റിംഗിലായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ AR റഹ്മാന്റെ ഈ ഒരു മാജിക് മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ശരിക്കും ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഡയറക്ടർ ചെയ്തത് തീർച്ചയായിട്ടും ചതി തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറെ ഈ ഒരു ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയത്. ഇങ്ങനെ ഒരു സങ്കടവുമായിട്ട് ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത്, അതായത് AR റഹ്മാൻ ഇന്ത്യൻ 2 മ്യൂസിക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരേണ്ടായി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇല്ല, അനിരുദ്ധാണ് ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം എന്നോട് നീ കേൾക്കണം എന്ന് പറഞ്ഞു. ഒത്തിരി വീഡിയോസ് ചെയ്ത് അദ്ദേഹം കണ്ടായിരുന്നു. അപ്പൊ നീ എന്തായാലും തീർച്ചയായിട്ടും ഇത് കേൾക്കണം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരേണ്ടായി. ഞാൻ കണ്ടു നോക്കിയപ്പോൾ സംഭവിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്തിലെ ആ ഒരു മ്യൂസിക് മാത്രം ഈ ഒരു വീഡിയോ ട്രെയിലറിന്റെ അടിയിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീടാണ് അവൻ ആ ഒരു മ്യൂസിക് വലിച്ചിട്ടിരിക്കുന്ന കാര്യം പറഞ്ഞതും. ആ ഒരു മ്യൂസിക് ശ്രദ്ധിച്ചപ്പോൾ ശരിക്കും ഫ്രഷ് മ്യൂസിക് പോലെ തന്നെ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്ന പുതിയ ട്രെയിലറുമായിട്ട് ഭയങ്കര ലിങ്ക് തോന്നി ആ ഒരു ഓഡിയോന്, മ്യൂസിക്കിന്. അത് തന്നെയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ മാജിക് എന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ട്രെയിലറിൽ കേട്ട ആ ഒരു മ്യൂസിക് ഒന്നും തന്നെ പോരാ എന്നുള്ളത് ഈ ഒരു മ്യൂസിക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ട്രെയിലറിന്റെ താഴെ വലിച്ചിട്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും ഏതൊരു മ്യൂസിക്കിനാണ് ജീവൻ തുടിക്കുന്നതെന്ന്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി പോസിറ്റീവ് കമന്റുകളും ഒത്തിരി നെഗറ്റീവ് കമന്റ്സും ഈ ഒരു വീഡിയോസിനടിയിലായിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. കമന്റ്സുകൾ നിങ്ങൾ വായിക്കുക, അതോടൊപ്പം തന്നെ പുതിയ പുതിയ കമന്റ്സുകൾ കമന്റ് ബോക്സിലേക്ക് ഇടുക.